നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർമ്മത്തിൽ അണുബാധ വരുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്ന തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറും HODയുമായ ഡോക്ടർ PK ബാലചന്ദ്രനാണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ഈ ചർമ്മത്തിൽ എന്തെല്ലാം തരത്തിലുള്ള അണുബാധ വരാനുള്ള സാധ്യതകളാണുള്ളത്? എത്ര തരമാണത്? ചർമ്മത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അണുബാധയാണുള്ളത്. ഒന്ന് ബാക്ടീരിയ ഇൻഫെക്ഷൻ, 2 വൈറൽ ഇൻഫെക്ഷൻ, 3 പൂപ്പൽ ബാധ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പൂപ്പൽ ബാധയാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ പൂപ്പൽ ബാധ ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഡോക്ടർ, ഈ ഫംഗസ് അണുബാധ ബാക്ടീരിയ ഡോക്ടർ സംസാരിക്കാം, തുടരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നതാണ്, ഡോക്ടർക്ക് തുടരാം. പൂപ്പൽ ബാധയാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അത് പ്രധാന കാരണങ്ങൾ നമ്മുടെ ഡ്രസ്സിന്റെ ഒരു കാരണമുണ്ട്. കൂടുതൽ സമയം ഡ്രസ് ഇട്ടുകൊണ്ടിരുന്നാൽ അത് വരാറുണ്ട്. ഒബേസിറ്റി, വണ്ണം കൂടുതലുള്ളവർക്ക് അത് വരാറുണ്ട്. ഒരുപാട് വിയർക്കുന്നവരിൽ അത് കാണാറുണ്ട്. പിന്നെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് വരാറുണ്ട്. ഒരുപാട് ശരീരം വിയർക്കുന്നവരിലും പൂപ്പൽ ബാധ വളരെ സാധാരണയായി കണ്ടുവരുന്നതാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഫംഗസ് അണുബാധ, ഈ ഫംഗസ് അണുബാധയെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്ന് വളരെയധികം കോമൺ ആയി കാണുന്ന ഒന്നാണ് ഈ ഫംഗസ് അണുബാധ എന്ന് പറയുന്നത്. പ്രായഭേദമന്യേ ഒരുപക്ഷെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ആളുകളിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഫംഗസ് അണുബാധ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? എങ്ങനെയാണ് ഫംഗസ് അണുബാധയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ? ഫംഗസ് 3 തരത്തിലുള്ള ഫംഗസ് സാധാരണ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒന്ന് തൊലിപ്പുറത്ത് ഏറ്റവും പുറത്തെ പാളിയിൽ വരുന്ന ചുണങ്ങ് എന്ന് പറയുന്ന ഫംഗസ്. അത് വെളുത്തതോ കറുത്തതോ ആയ പാടുകളായിട്ട് സാധാരണ കാണുന്നത്. അതിന് ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ സാധാരണ വരാറില്ല. അപൂർവം ചിലരിൽ ഒരുപാട് വിയർക്കുന്ന സമയത്ത് ചെറിയ ചൊറിച്ചിൽ വരാറുണ്ട്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അതിന് ആന്റിഫംഗൽ ലേപനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. രണ്ടാമത് കാണുന്ന ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അണുബാധയാണ്. ഈ പൂപ്പൽ പ്രധാനമായിട്ട് വ്യാപിക്കുന്നത് ശരീരത്തിന്റെ മടക്കുകളിലാണ്. തുടയിടുക്കുകളിലെ കക്ഷത്തെ മറ്റു വിയർപ്പ് കൂടുതൽ തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് എപ്പോഴും കാണുന്നത്. അത് പ്രധാനമായിട്ടും വരുന്നത് നമ്മൾക്ക് ഒരുപാട് സമയം ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്, ഒരുപാട് വിയർക്കുക, അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് വരിക, വണ്ണം കൂടുന്നവർക്ക് വരിക. ഈ ശരീരത്തിന്റെ മടക്കുകളിൽ വരാൻ പ്രധാന കാരണം ആ ഭാഗങ്ങളിൽ എപ്പോഴും ഈർപ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. കൂടാതെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും. ഈ പൂപ്പൽ എന്ന് പറയുന്ന സസ്യവിഭാഗത്തിൽപ്പെട്ട ഒരു അണുവാണ്. അപ്പൊ ഈർപ്പമുള്ള ഭാഗത്ത് സ്വാഭാവികമായിട്ട് അത് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ മടക്കുകളിൽ എപ്പോഴും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഭാഗത്ത് ഈർപ്പം ഏറ്റവും കുറച്ച് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് എപ്പോഴും വിയർക്കാതിരിക്കുക, നമ്മൾ ഡ്രസ്സുകൾ അടിക്കടി മാറുക, പ്രത്യേകിച്ച് അണ്ടർഗാർമെന്റ്സുകൾ അടിക്കടി മാറുക, അത് കഴുകി വെയിലത്ത് ഉണക്കി. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ജോസഫ് ആണ് ആലുവയിൽ നിന്ന്. ജോസഫ്, ഡോക്ടറോട് ചോദിക്കാം. ജോസഫ്, കേൾക്കാമോ? ഡോക്ടർ, ആ കോള് കട്ടായിരിക്കുകയാണ്. ഡോക്ടർക്ക് തുടരാം. നമ്മൾ ഫംഗസ് അണുബാധയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. മടക്കുകളിൽ വരാനുള്ള പ്രധാന കാരണം ഈർപ്പത്തിന്റെ സാന്നിധ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മൾ അവിടെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക, ഈർപ്പം അധികം ഇല്ലാതെ സൂക്ഷിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ സോപ്പിന്റെ അമിത ഉപയോഗം ഇത് വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ സോപ്പ് മിനിമമായിട്ട് വളരെ കുറച്ച് മാത്രമേ ഈ ഭാഗങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് എണ്ണ, പൊളിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ഈ ഭാഗങ്ങളിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വരാതിരിക്കാനുള്ള ഒരു നല്ല സംവിധാനമാണ് എണ്ണ ഉപയോഗിക്കുക. പിന്നെ ആന്റിഫംഗൽ ക്രീമുകൾ, അതിന്റെ ഗുളികകളൊക്കെ കൃത്യമായിട്ട് കാലയളവിൽ, സാധാരണ മറ്റ് ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മതിയാകും. പക്ഷേ പൂപ്പൽ ബാധയ്ക്ക് നമ്മൾ ഏകദേശം 4 ആഴ്ച തുടർച്ചയായിട്ടും കൃത്യമായിട്ടും മരുന്ന് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ആളുകൾ ഇതിന് ഫംഗസിന്റെ മരുന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും സ്റ്റിറോയിഡ് ക്രീമുകൾ അടങ്ങിയ ലേപനങ്ങളാണ്. സ്റ്റിറോയിഡ് ക്രീമുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫംഗസ് ഇൻഫെക്ഷൻ മാറത്തേയില്ല. അത് എപ്പോഴും ആ ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സ്റ്റിറോയിഡ് അടങ്ങിയ ലേപനങ്ങൾ ഒരു കാരണവശാലും ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഭാഗങ്ങളിൽ പുറത്തുവരാനേ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും ഇത് വരുമ്പോൾ ആളുകൾ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി തേക്കും.
അപ്പൊ ഇത് തേക്കുമ്പോൾ 1-2 ദിവസത്തേക്ക് പെട്ടെന്ന് ഒരു ചൊറിച്ചിലൊക്കെ കുറയും. പക്ഷെ ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച ആളുകൾ ഇത് സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒരിക്കലും മാറില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഫംഗൽ അണുബാധ വന്ന സ്ഥലങ്ങളിൽ ചില ആളുകൾ സാനിറ്റൈസറും മറ്റും ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സാനിറ്റൈസർ ഉപയോഗിക്കാനേ പാടില്ല. സാനിറ്റൈസർ ഉപയോഗിച്ചാൽ ആ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി പോവുകയും ഫംഗസ് കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരു കാരണവശാലും സാനിറ്റൈസർ ഈ ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരുപാട് സോപ്പും ഉപയോഗിക്കരുത്. എക്സസ് സോപ്പ് ആപ്ലിക്കേഷൻ ആണ് പലപ്പോഴും ഇത് അവിടെ വീണ്ടും വീണ്ടും ഈ ഫംഗസ് ബാധ അങ്ങനെ തുടരാൻ പ്രധാന ഒരു കാരണം. അപ്പൊ തുടർച്ചയായി ഒരുപാട് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. കുളിക്കുന്നതിന് മുമ്പ് അതിന് ശേഷമോ എണ്ണ ഉപയോഗിക്കുക. ഇതിനുള്ള ശരിയായ ചികിത്സ തുടർന്ന് കൃത്യമായ കാലയളവിൽ കൃത്യമായ ഡോസിലും കഴിക്കുക ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൂപ്പൽ ബാധ നമ്മുടെ ശരീരത്തും വ്യാപിക്കും. കൂടാതെ നമ്മളിൽ നിന്ന് മറ്റാളുകളിലേക്കും ഇത് പകരുന്ന ഒരു രോഗമാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് കൃത്യമായി മരുന്ന് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖം തന്നെയാണ് പൂപ്പൽ ബാധ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജോസഫ് ആണ് ആലുവയിൽ നിന്ന്. ജോസഫ്, ഡോക്ടറോട് ചോദിക്കാം. സാറ് എന്റെ ശരീരത്തിലെ ഇതേമാതിരി കുമള പോലെ വന്നു. അപ്പൊ ഞാൻ സ്കിന്നിന്റെ ഡോക്ടറെ പോയി കണ്ടിട്ട് അതിന് മരുന്ന് കഴിച്ചായിരുന്നു. അതൊക്കെ ഇപ്പൊ കറുത്ത പാടുകളായി കിടക്കുന്നു. അതെ, ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് വന്നത്. ഏത് ഭാഗത്താ വന്നത്? തുടർന്നത് കാലുമടി, തൊടയുടെ ഭാഗത്തോ? ആ, പിന്നെ തൊടയമ്മലും കാലുമ്മലും ഉണ്ടായിരുന്നു. അല്ല, ചോദ്യം കുറച്ച് ഒന്നുകൂടെ പറയാമോ? കൃത്യമായിട്ട് കേട്ടില്ല. തൊടയുടെ 2 സൈഡിലും പിന്നെ കാലിന്റെ പാദത്തിന് മുകളിലും. ആ, ആരെങ്കിലും ഡോക്ടർമാരെ കണ്ടിരുന്നോ? ഈ സ്കിന്റെ ഡോക്ടറെ കണ്ട മരുന്ന് കഴിച്ച് അതൊക്കെ പോയി. ഇപ്പൊ എല്ലാം കറുത്ത പാടായേക്കണേ. ഇപ്പൊ വീണ്ടും ആ ചൊറിച്ചില് വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കൊണ്ട് മാറിക്കഴിഞ്ഞാലും കുറച്ചു കാലത്തേക്ക് ആ കറുത്ത പാട് അവിടെ ഉണ്ടാവും. അത് ഭയപ്പെടേണ്ട കാര്യമില്ല. കറുത്ത പാട് കുറച്ച് സമയം കഴിയുമ്പോൾ പോകുന്നതാണ്. അപ്പൊ വീണ്ടും അവിടെ ചൊറിയാതിരിക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ ഈ ചൊറിയുന്ന ഒരു ഹാബിറ്റായിട്ട് പോയി, ഒരു ശീലം പോലെയാകും. അപ്പോൾ വീണ്ടും വീണ്ടും അറിയാതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടിയാൽ വീണ്ടും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ കറുത്ത പാടുകളെ പറ്റി വറിയിടാകേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. അത് പൂർണ്ണമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് മരുന്ന് അതില് ഒരെണ്ണമൊക്കെ ഇപ്പൊ ചൊറിയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആ ചൊറിച്ചില്ലെങ്കിൽ മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എണ്ണമയം ഉപയോഗിക്കുക. കുളിക്കുന്നതിനും കുളിച്ചതിന് ശേഷവും സോപ്പ് ആ ഭാഗത്ത് അധികം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ആന്റിഫംഗൽ ഡസ്റ്റിംഗ് പൗഡറുകൾ കിട്ടും. അത് വേണമെങ്കിൽ ആ മടക്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ചെയ്താൽ മതി. പിന്നെ ക്രീം ഉപയോഗിക്കാമോ? അത് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ആദ്യത്തെ ഒരാഴ്ച പുരട്ടുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ നിർത്താൻ പാടില്ല. 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ തുടർച്ചയായിട്ട് ഈ ക്രീമുകളും മരുന്നും കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിലേ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. ശരി സാർ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ അണുബാധ എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആയി കാണുന്ന ഒന്നാണ്. ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രധാന കാരണം ഈ ഇതൊരു സസ്യവിഭാഗത്തിൽപ്പെട്ട രോഗാണു ആയതുകൊണ്ട് ഈർപ്പമുള്ള ഭാഗങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. അതായത് പബ്ലിക് ടോയ്ലറ്റുകളെ, ഹോസ്റ്റലിലെ ടോയ്ലറ്റുകളെ, ഇതിലൊക്കെ എപ്പോഴും ഇതൊരു സോഴ്സസ് ആണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ തന്നെ പലപ്പോഴും ആളുകൾ ഒരാഴ്ചക്കുള്ളിൽ മരുന്നങ്ങ് നിർത്തും. ആദ്യത്തെ ഒരാഴ്ച തന്നെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും, ഇതൊക്കെ കുറയും. അപ്പോൾ അസുഖം മാറി എന്നുള്ള ധാരണയിൽ മരുന്നുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും, തുടർന്ന് ഉപയോഗിക്കില്ല. ശരിക്കും ഇത് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ തുടർച്ചയായിട്ട് ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. അത്രയും കാലം തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ, അണ്ടർഗാർമെന്റ്സ് പ്രത്യേകിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കാവും. തണലിലിട്ട് കഴിഞ്ഞാൽ ഈർപ്പം പോകുന്നല്ലാതെ ഈ ഫംഗസ് ചത്തുപോകില്ല. അത് ചത്തു പോകണമെങ്കിൽ ശരിക്കും കഴുകി വെയിലത്തിട്ട് ഉണക്കി, വെയിലത്തിടാൻ കഴിയാത്തവർക്ക് അയൺ ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കോട്ടൺ ഡ്രസ്സുകളാണ് എപ്പോഴും ഇതിന് നല്ലത്. അതായത് വിയർപ്പ് വലിച്ചെടുക്കുന്ന ഡ്രസ്സുകൾ, ടെറിക്കോട്ടിനെ, പോളിസ്റ്ററിങ്ങിനെ, അതുപോലെ ഇറുകിയ ജീൻസ് പോലുള്ള ഡ്രസ്സുകൾ ഇതിന് അത്ര
നല്ലതല്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. പിന്നെ എണ്ണമയം എപ്പോഴും തേക്കുന്നത് നല്ലതാണ്. എണ്ണയ്ക്ക് ഒരു ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് എണ്ണ തേക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് സോപ്പുകൾ അധികം തേച്ച് കഴിഞ്ഞാൽ സോപ്പെല്ലാം ഡ്രൈയിങ് ഏജൻസ്. അപ്പോൾ ഒരുപാട് സ്കിന്ന് വരണ്ടുപോവുകയും ഈ ഫംഗസ് വീണ്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞു. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് കൺട്രോളിൽ അല്ലെങ്കിൽ ഈ അണുബാധ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡയബറ്റീസ് നിയന്ത്രിക്കുക. ഒബേസിറ്റി, ഒരുപാട് വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുക. അതൊക്കെ ഇതിന്റെ തടയാനുള്ള മാർഗങ്ങളാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ചർമ്മത്തിലെ അണുബാധ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും? അതായത് ഓരോന്നും വേർതിരിച്ചറിയേണ്ടതുണ്ടല്ലോ, പ്രത്യേക തരം, ഓരോന്നിനും ഓരോ രീതികളായിരിക്കാം, ചികിത്സാ രീതികളായിരിക്കാം. ഇതെങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എപ്പോഴും പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ട് വരിക, പഴുത്ത കുരുക്കൾ, വേദനയോടുള്ള കുരുക്കൾ, അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരിക. ഫംഗസ് സാധാരണ അത് പൂപ്പൽ ബാധ എപ്പോഴും വട്ടത്തിലുള്ള പാടുകളായിരിക്കും. അതിൽ പഴുപ്പുണ്ടാകാറില്ല, പക്ഷെ ചുവന്ന കുരുക്കൾ അതിന് സൈഡിൽ വരാറുണ്ട്. അതിങ്ങനെ പുറത്തേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അതേസമയം നടുഭാഗം ക്ലിയർ, ആ വട്ടത്തിലുള്ളതിന്റെ നടുഭാഗം എപ്പോഴും ക്ലിയർ ആയിട്ട് നോർമലായിട്ട് വരും. അപ്പൊ പുറത്തേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കും വട്ടത്തിൽ. അതിന് നമ്മൾ വട്ടച്ചൊറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെയല്ല, ഈ പഴുപ്പുള്ള കുരുക്കളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വൈറൽ ഇൻഫെക്ഷൻസ് അങ്ങനെയല്ല, അത് വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ദേഹം മുഴുവനും വരാം. വൈറൽ ഇൻഫെക്ഷൻ എപ്പോഴും വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെ വരിക. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പസ്റ്റ്യൂൾ, അതായത് പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ട് വരിക. ഫംഗൽ ഇൻഫെക്ഷൻ വട്ടത്തിലുള്ള പാടുകളായിട്ടാണ് വരിക. അപ്പോൾ ഈ ഫംഗസ് അല്ലെ പൂപ്പൽ എപ്പോഴും ശരീരത്തിന്റെ മടക്കുകളിലാണ് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. ഡോക്ടർ, അതോടൊപ്പം ഈ ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള അണുബാധ വരുന്നത് എത്രത്തോളം സങ്കീർണമാണ്? ഇതിന്റെ അപകടാവസ്ഥ എത്രത്തോളമാണ്? ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതും ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഒബേസിറ്റി ഉള്ളവർക്ക് ആണ് കൂടുതൽ എപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ട് മാറും. ഒരാഴ്ച അത് ഒരുപാട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലേപനങ്ങൾ പുരട്ടിയാൽ മാത്രം മതി. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പഴുപ്പുള്ള ഭാഗത്ത് നമുക്ക് ഉപ്പുവെള്ളത്തിൽ കഴുകുന്നത് എപ്പോഴും നല്ലതാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മരുന്ന് പുരട്ടിയാൽ വളരെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് വ്യാപിച്ച് രക്തത്തിൽ വളർന്ന് നമുക്ക് സെപ്റ്റിസീമിയ എന്ന രോഗാവസ്ഥ, അത് ഇത്ര ഗുരുതരമായ രോഗാവസ്ഥയിലാണ്, ആ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്യും, വിദഗ്ധ ചികിത്സയൊക്കെ വേണ്ടി വരും. പക്ഷെ അതിന് മുൻപാണ് നിസ്സാരമായിട്ട് നമുക്ക് കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് ഉള്ളിൽ കഴിക്കുകയും പുരട്ടുകയും ചെയ്യുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറാം. അതുപോലെ വൈറൽ ഇൻഫെക്ഷൻസും അങ്ങനെ തന്നെയാണ്. വെള്ളം നിറഞ്ഞ കുമിളകൾ ആയിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ചിക്കൻ ബോക്സിന്റെ ഒരു സമയമാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത്. അപ്പോൾ വെള്ളം നിറഞ്ഞ കുമിളകൾ, അത് ഒരു ചെറിയ ചുവപ്പ് പാടിന്റെ മുകളിലാണ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഇപ്പോഴത്തെ ഒരു സീസൺ ആണ് ചിക്കൻ ബോക്സിന്റെ. അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിവൈറൽ മരുന്നുകളുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അത് രോഗം ഗുരുതരാവസ്ഥയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ അതേസമയം ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ പോകത്തില്ല, പക്ഷേ അത് ശരീരത്തിന്റെ പല ഭാഗത്തും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത് എപ്പോഴും തുടർന്നുകൊണ്ട് ചൊറിച്ചിലും അസ്വസ്ഥതയും, അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വരും, നമ്മളിൽ നിന്ന് മറ്റാളുകളിലേക്കും വരും. അപ്പൊ അതിന് നമ്മൾ കൃത്യമായ മരുന്ന് 4 ആഴ്ച മുതൽ 6 ആഴ്ച കൃത്യമായിട്ട് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. അത് ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന ഫംഗസ് ഉണ്ട്, പക്ഷേ ഈ സാധാരണ നമ്മുടെ പൂപ്പൽ ബാധ ശരീരത്തിനുള്ളിലേക്ക് പോകത്തില്ല, അത് തൊലിപ്പുറത്ത് മാത്രമേ കാണാറുള്ളൂ. പക്ഷെ അതിന് ശരിയായ ചികിത്സ ചെയ്തില്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കും. കൂടാതെ മറ്റാളുകൾ, നമ്മുടെ കുടുംബത്തിലെ മറ്റാളുകളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് കൃത്യമായ ചികിത്സ വേണ്ട ഒരു അസുഖമാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ ഇത് കുഴപ്പമില്ലാതെ പോകുന്ന ഒരു അസുഖമാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് ചികിത്സിച്ച് ഭേദമാകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ചികിത്സ മാറുന്നതാണ്. പക്ഷെ ഇതിന് പൂർണ്ണമായിട്ട് മാറാതിരിക്കാനുള്ള ഒരു കാരണം, ആളുകൾ ഈ സ്റ്റിറോയിഡ് ചേർന്ന ലേപനങ്ങൾ, ഈ ഫംഗസും സ്റ്റിറോയിഡും ചേർന്ന ലേപനങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ധാരാളം കിട്ടുന്നുണ്ട്. അപ്പൊ അത് വാങ്ങി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകത, ആദ്യത്തെ 1-2 ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ ചൊറിച്ചിലെല്ലാം കുറയും, ഈ തടിപ്പും കുറച്ച് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും അത് വളരെ കുറയുന്നുണ്ട്, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. അപ്പൊ ആളുകൾ നിരന്തരം അത് വാങ്ങി പുരട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് പുരട്ടുന്നതിന്റെ ദോഷവശം, സ്റ്റിറോയിഡിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് നമ്മുടെ പ്രതിരോധ ശേഷി, സ്കിന്നിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും.
അത് നഷ്ടപ്പെടുന്നത് കാരണം ഇത് ശരിക്കും ഫംഗസിനെ നശിപ്പിക്കുന്നില്ല, നമ്മുടെ സിംറ്റംസ് ഒന്ന് കുറയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രതിരോധശേഷി നശിക്കുന്നതുകൊണ്ട് ഈ ഫംഗസ് വീണ്ടും പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഒരു കാരണവശാലും മാറത്തില്ല. അപ്പൊ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുത്താൽ അറിയാം, അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റിറോയിഡ് ചേർന്ന ലേപനങ്ങളിൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ടാണ്. അത് ഇപ്പം ഈ ഫംഗസിന്റെ പൂപ്പലിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റിറോയിഡിന് യാതൊരു റോളും ഇല്ല. സ്റ്റിറോയിഡ് അതിന് പെട്ടേണ്ട മരുന്നേ അല്ല. അപ്പൊ സ്റ്റിറോയിഡ് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടിയാൽ ഈ പ്രശ്നമുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒബേസിറ്റി വരുന്നതിന് കാരണം അവിടെ എപ്പോഴും ഈർപ്പത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ ഫംഗസ് അവിടെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ അണ്ടർ ഗാർമെന്റ്സിലൊക്കെ ഡ്രസ്സിലൊക്കെ ഈ ഫംഗസ് ഇരിപ്പുണ്ട്. ഈർപ്പമുള്ള എല്ലാ ഭാഗത്തും ഈ ഫംഗസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോകും. പൂർണ്ണമായിട്ട് പിന്നെ ചികിത്സയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. പലപ്പോഴും ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി പുരട്ടി ഒരു സ്റ്റേജ് കഴിഞ്ഞ് വല്ലാത്ത ഒരു അവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ വേറെ ഒരു പ്രശ്നം, ഇപ്പം പലപ്പോഴും പല മരുന്നുകൾ ഉപയോഗിച്ച് പല ഫംഗസുകളും ഇപ്പൊ രോഗപ്രതിരോധ ശേഷി നേടിയിരിക്കുകയാണ്. അപ്പൊ ആന്റിഫംഗൽ ടാബ്ലറ്റോ ക്രീമുകളോ തന്നെ ഇഫക്റ്റീവ് അല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇറാഷണൽ ട്രീറ്റ്മെന്റ്, ഇറഗുലർ ട്രീറ്റ്മെന്റ്, കൃത്യമായ രീതിയിൽ മരുന്ന് ചികിത്സിക്കാത്തതിന്റെ ഫലമായിട്ട് വരുന്നുണ്ട്. അപ്പം പലപ്പോഴും ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആന്റിഫംഗൽ മരുന്നുകൾ കൊടുത്താൽ പോലും റെസ്പോണ്ട് ചെയ്യാത്ത ഫംഗസുകളും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കൃത്യമായി ഒരു ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്, ഷനൂബാണ് വയനാട് നിന്നും. ഷനൂബ്, ഡോക്ടറോട് ചോദിക്കാം. സാറേ, എന്റെ കാൽപാദത്തിലൊക്കെ ചെറിയ ബബിൾസ് പോലെ വരുന്നുണ്ടായിരുന്നു. അത് ബബിൾ പോലെ കംപ്ലീറ്റ് തീ പൊള്ളിയാൽ ഉണ്ടാവുന്നത് പോലെ, തീ പൊള്ളിയാൽ ഉണ്ടാവുന്ന അതുപോലെ ഉണ്ടായിട്ടുണ്ട്. രണ്ട് പാദത്തിലും. എത്ര വയസ്സുള്ള ആളാണ്? 40. ഷുഗർ ഉണ്ടോ? ഷുഗർ ബോർഡർ ആണ്. ഇപ്പൊ ചികിത്സിക്കുന്നില്ല, പ്രമേഹം കാര്യമായിട്ടില്ല അല്ലേ? ഇല്ല. അത് കുമിളകൾ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് എക്സിമ എന്ന് പറഞ്ഞ ഒരു അസുഖം കൊണ്ട് നമുക്ക് കുമിളകൾ വരാം, എക്സിമ. രണ്ട്, ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം. അത് സാധാരണ ചെറിയ കുമിളകളാണ് വരും, വലിയ കുമിളകൾ വരാറില്ല. പിന്നെ അലർജി പോലുള്ള അസുഖങ്ങളുണ്ട്. കാൽപാദത്തിലൊക്കെ ബബിൾസ് പോലെ ഉണ്ടാവുക, സ്കിന്നിങ്ങനെ ഇതായി പോവുക. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുണ്ടോ? മെയിനായിട്ടുള്ളത് കാൽഭാഗത്തിന് അടിയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അത് ശരിക്കും ഒരു പരിശോധന അടിയിൽ അത് ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ, കണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത് സാധാരണയായിട്ട് വരുന്ന ഈ 3 കാരണങ്ങൾ: എക്സിമ കൊണ്ട് വരാം, അലർജി കൊണ്ട് വരാം, അതുപോലെ പൂപ്പൽ ബാധ കൊണ്ടും വരാം. പിന്നെ ഷുഗർ ഒരുപാട് നിയന്ത്രണാതീതമായിട്ടുള്ളവർക്കും ഇതുമാതിരി കുമിളകൾ വരാം. അപ്പൊ അത് നമ്മൾ പരിശോധനയിൽ കൂടെ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ കാലിന്റെ സൈഡില് ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയുന്ന പോലെ ഒരു ഇൻഫെക്ഷൻ പോലെ ആയത് ചുവപ്പ് കളറിൽ കാണുന്നുണ്ട്. അത് ചില സമയത്ത് ചൊറിയും. അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇത് തോന്നുന്നത്? അത് കാലിന്റെ ഈ പാദത്തിന് തൊട്ട് ചേർന്നിട്ടുള്ള പോർഷൻ ആണോ? അത് വട്ടത്തിലാണോ? വട്ടത്തിലൊന്നുമില്ല, അത് പല ഷേപ്പിൽ അങ്ങനെ ഉണ്ട്. 2 കാലിന്റെ സൈഡ് പോർഷനിൽ അങ്ങനെ ഉണ്ടാവുന്നു. അത് ചില സമയത്ത് നല്ല എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും ചെയ്യും, ചൊറിച്ചിൽ വരും ചെയ്യും. അപ്പൊ ഒരു പഴുപ്പ് പോലെ പുറത്തു ചാടും. പഴുപ്പല്ല, ഈ ഇതേപോലെ തന്നെ പഴുത്ത കുരുക്കൾ വരുന്നുണ്ട് അല്ലേ? അതൊരു ഇൻഫെക്ഷൻ ആകാനാ സാധ്യത. അത് സാധാരണ നമ്മള് ഉപ്പുവെള്ളത്തിൽ കഴുകുക. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് അതുകൊണ്ട് കഴുകി അതിന് ആന്റിബയോട്ടിക് ക്രീമുകൾ പുരട്ടിയാൽ പോകുന്നതാണ്. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് തോന്നുന്നില്ല, അതൊരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്, കേട്ടിട്ട് തോന്നുന്നത്. അത് ചെയ്താൽ മതി. വ്യക്തമായെന്ന് കരുതുകയാണ് ഡോക്ടർ. അതെ, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. വേനൽക്കാലമാണ്, നമുക്ക് അറിയുന്നത് പോലെ തന്നെ നിരവധിയായ സ്കിൻ ഡിസീസസ് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം, ഈ വേനൽക്കാലം നമ്മൾ ഒരുപാട് വിയർക്കും. അപ്പൊ വിയർപ്പ് ഒരു വ്യാപകമായിട്ട് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് വിയർത്ത് കഴിഞ്ഞാൽ ഈ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതൽ ആക്റ്റീവ് ആകുകയാണ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഒരുപാട് സ്വെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ
പുറത്തേക്ക് വരുന്ന ഓപ്പണിംഗ് അടഞ്ഞു പോകുമ്പോഴാണ് ഈ നമുക്ക് ചൂടുകുരു വരുന്നത്. അപ്പോൾ ഒരുപാട് വിയർക്കുന്ന കഠിനമായ ജോലികൾ പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിൽ 11-ന് 3 മണിക്കിടയ്ക്ക് ഒഴിവാക്കുക. ഒരുപാട് വിയർക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ ചൂടുകുരു ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസം രാവിലെയും വൈകിട്ടും നിരന്തരം കുളിച്ചാൽ കുഴപ്പമില്ല. രാവിലെയും വൈകിട്ടും തണുത്ത വെള്ളത്തിൽ കുളിക്കുക. പിന്നെ ഒരുപാടുള്ള സ്ഥലത്ത് ഇതുമാതിരി ഉപ്പുവെള്ളത്തിൽ കഴുകുക. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് ക്രീമുകൾ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കുക. അപ്പൊ ചൂടുകുരു പ്രധാന വസ്തുത. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും കോട്ടൺ ഇന്നർ വെയറുകൾ, അതായത് ഡ്രസ്സ്, നമ്മുടെ ബനിയൻ പോലുള്ള ഡ്രസ്സുകൾ എപ്പോഴും ഉപയോഗിക്കണം. അതായത് വിയർപ്പ് അവിടെ തങ്ങിയിരിക്കാൻ അനുവദിക്കരുത്. കോട്ടൺ ബനിയനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിയർപ്പ് വലിച്ചെടുക്കുകയും നമുക്ക് വിയർപ്പ് അധികം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. പിന്നെ അതിന്റെ ഐഡിയൽ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമ്മൾ AC റൂമിൽ ഇരിക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. പക്ഷെ അത് സാധ്യമായ കാര്യമല്ല. പക്ഷെ കഴിവതും ഒരുപാട് വിയർക്കാതെ സൂക്ഷിക്കുക, അതൊരു പ്രധാന കാര്യം. അപ്പം ചൂടുകുരു ഒരു കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ഇപ്പൊ ഇതിന്റെ ചിക്കൻ പോക്സിന്റെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ചിക്കൻ പോക്സ് ഒരുപാട് വ്യാപകമായി ഈ വേനൽക്കാലത്താണ് കൂടുതൽ വരിക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് വീടിലോ അല്ലെ പരിസരത്ത് ആർക്കെങ്കിലും ചിക്കൻ പോക്സ് ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ ഈ ചിക്കൻ പോക്സ് പകരുന്ന കൂടുതൽ സമ്പർക്കത്തിൽ കൂടെയാണ്. അപ്പൊ അവരോട് അടുത്ത് പെരുമാറാതെ ഇരിക്കുക ചെയ്ത്, അതിന്റെ എന്തെങ്കിലും ലക്ഷണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ശരിയായ ചികിത്സ ചെയ്യുക. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ വാക്സിനുകളുണ്ട്. പക്ഷെ വാക്സിൻ എടുത്താൽ തന്നെ 2-3 ആഴ്ച എടുക്കുക അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ. അപ്പൊ ഇന്ന് നമ്മളൊരു രോഗിയായിട്ട് സമ്പർക്കം വന്ന് ഇന്ന് പോയി വാക്സിൻ എടുത്താൽ നമുക്ക് ഉടൻ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അപ്പൊ അത് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ 3 ആഴ്ച എടുക്കും. അപ്പൊ 3 ആഴ്ചയാണ് ഇത് വരാനുള്ള സാധ്യത, ഈ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴിവതും ഇങ്ങനെ രോഗികളുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക. ഇനി എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സിക്കുക. പിന്നെ മൂന്നാമത് ഇൻഫെക്ഷൻ, ഇതുപോലെ ഫംഗസ് മാത്രമല്ല, ബാക്ടീരിയ ഇൻഫെക്ഷൻ ഇപ്പം കോമൺ ആണ്. അതെല്ലാം ഈ രോമകൂപം അടഞ്ഞു പോകുന്ന ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഇപ്പം കൂടുതലുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഇതുമാതിരി വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് ഈ രോമകൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ അത് അടഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ശരീരം ശുദ്ധിയായി സൂക്ഷിക്കുക. രാവിലെയും വൈകിട്ട് സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരുപാട് വിയർക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ അനുബന്ധ അസുഖങ്ങളുണ്ട്, ഷുഗറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ചികിത്സിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഒരുപാട് സോപ്പും ശരീരത്തിന് ഹാനികരമാണ്. സോപ്പ് നമുക്ക് ശരിക്കും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവൂ. സോപ്പ് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ ഗ്രന്ഥിയുടെ നോർമൽ സെക്രീഷൻസ് എല്ലാം അങ്ങ് കഴുകിപ്പോവും. അത് നമ്മുടെ സ്കിന്നിന് ഡാമേജിങ് ആണ്, അപകടകരമാണ്. അപ്പോൾ ഒരുപാട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ മിനിമം സോപ്പ് ഉപയോഗിക്കുകയും ചെയ്യണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസസുകൾ നമുക്ക് പൊതുവെ തടഞ്ഞു നിർത്താവുന്നതാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള അണുബാധയുള്ള ആളുകൾ സ്ഥിരമായി സ്റ്റിറോയിഡ് ക്രീമുകളും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഭാവിയിൽ ഒരു ദീർഘദൂര അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? സ്റ്റിറോയിഡ്സ് എല്ലാം അത് പ്രത്യേക ചില അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ഇൻഫെക്ഷനോ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നേ അല്ല. അണുബാധയ്ക്ക് സ്റ്റിറോയിഡായിട്ട് യാതൊരു ബന്ധവുമില്ല. അണുബാധയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നല്ല സ്റ്റിറോയിഡ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും വൈറൽ ഇൻഫെക്ഷൻ ആയാലും പൂപ്പൽ ഇൻഫെക്ഷൻ ആയാലും സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. സ്റ്റിറോയിഡ് മറ്റു പല അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പലപ്പോഴും മാർക്കറ്റിൽ ഇതിന് കോമ്പിനേഷൻ, സ്റ്റിറോയിഡ് ആന്റിബയോട്ടിക് കോമ്പിനേഷൻ, സ്റ്റിറോയിഡ് ആന്റിഫംഗൽ കോമ്പിനേഷൻ, ഇത് മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ആളുകൾ എപ്പോഴും ആദ്യം ചെയ്യുന്ന ഡോക്ടറെ കാണുന്നതിന് മുമ്പ് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിന് ഒരുപാട് ദോഷവശം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ അത്രയും ഭാഗത്തിന്റെ കളർ വ്യത്യാസം വരും. നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റ് കറുപ്പോ ആയ പാടുകൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. കൂടാതെ സ്കിന്നിന്റെ കട്ടി കുറഞ്ഞ് വളരെ നേർത്ത് പോകും. അതുപോലെ സ്ട്രൈ എന്ന് പറയുന്ന നമുക്ക് നീളത്തിൽ പാടുകൾ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്കിന്നാകാൻ സാധ്യത കുറവാണ്. അപ്പൊ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് മൂലം ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും ചർമ്മത്തിൽ വരുന്ന അണുബാധകളെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി നൽകിയത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറും HOD-യുമായ ഡോക്ടർ PK ബാലചന്ദ്രനാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.